നമസ്കാരം. ഏതാനും വർഷങ്ങളായി CPIMലെ നിത്യനിയുക്ത മുഖ്യമന്ത്രിയായി കഴിയുന്ന കെ ശൈലജ ടീച്ചർ എന്തോ മഹാ അപരാധം ചെയ്തു എന്ന മട്ടിലുള്ള വാർത്തകളും പ്രതികരണങ്ങളുമാണ് നാട്ടിലിപ്പോൾ പാട്ടാകുന്നത്. ഉറ്റവരും ഉടയവരും ധീരരും വീരരും വീരശൂര പരാക്രമികളുമായ ഏതാനും പ്രതികൾക്ക് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു യാത്രയയപ്പ് സംഘടിപ്പിക്കുന്നത് ഇത്ര വലിയ പാതകമാണ്. പ്രതികൾ ചെയ്ത കൃത്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ യാത്രയയപ്പ് ഒരു കൊടും പാതകം ഒന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് ഭീഷണിയായ എതിരാളിയുടെ കാല് വെട്ടിമാറ്റിയത് ഒരു ക്രിമിനൽ കുറ്റമാണോ? ആണെങ്കിലും അല്ലെങ്കിലും അതൊരു രക്ഷാപ്രവർത്തനം മാത്രമായി കാണാനാണ് ശൈലജ ടീച്ചർ ഇഷ്ടപ്പെടുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമി മലയാളത്തിൽ ഒരു MLAക്കും മുൻ മന്ത്രിക്കും ഇല്ല എന്ന് വന്നാൽ അതിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, നവഫാസിസം എന്നാണ്. ഇത്തരം യാത്രയയപ്പ് നൽകുമ്പോഴും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ശൈലജ ടീച്ചർ പ്രകടിപ്പിക്കുന്ന വിശ്വാസവും വീരവാദവും വിമർശന കുതികികൾ കാണാതെ പോകരുത്. കോടതികളെ ബൂർഷ്വാ കോടതികൾ എന്ന് വിളിച്ചെടുത്തു നിന്നുള്ള പാർട്ടിയുടെ ഈ വളർച്ച അത്ര നിസ്സാരമൊന്നുമല്ലല്ലോ. തെളിവുകളും ദൃക്സാക്ഷികളുമൊക്കെ പ്രതികൾക്കെതിരായി പോയി. അതുകൊണ്ടാണ് ശിക്ഷ ലഭിച്ചതെന്ന് പറയാൻ ടീച്ചർ കാണിക്കുന്ന ധൈര്യത്തിനാണ് ഒരു റെഡ് സല്യൂട്ട് കൊടുക്കേണ്ടത്. സത്യത്തിൽ ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫിഡൽ കാസ്ട്രോ ചെഗുവേരയ്ക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. ചെഗുവേരയെ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ചില വിശേഷണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങളെല്ലാം ടീച്ചറുടെ വാക്കുകളുടെ വരികൾക്കിടയിലും പ്രവൃത്തിയുടെ പങ്കപ്പാടുകൾക്കിടയിലും വായിച്ചെടുക്കാം. ഫിഡലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചേയുടെ വ്യക്തിത്വം, സ്വഭാവശുദ്ധി, ലാളിത്യം, ഒരു സഖാവിൻ്റെതായ പെരുമാറ്റം, തനിമ, കൃത്രിമത്വമില്ലായ്മ എന്നിവയൊക്കെ കൊണ്ട് ആരും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരക്കാരനായിരുന്നു ചെഗുവേര. ഇതിൽ ഏത് ഗുണമാണ് യാത്രയപ്പ് യോഗത്തിനെത്തിയ ടീച്ചർക്ക് ഇല്ലാത്തത്? കാൽവെട്ട് കേസിലെ പ്രതികൾ നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാനുള്ള സ്വഭാവശുദ്ധി, ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരാനുള്ള ഒരു ഉത്തമ സഖാവിൻ്റെതായ തനിമ, കോടതി വിധിയുടെ വിശകലനത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയാനുള്ള കൃത്രിമത്വമില്ലായ്മ, അവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല എന്ന് പറയുമ്പോഴുള്ള എളിമ, എല്ലാം ശൈലജ ടീച്ചറിൽ പ്രകടമാണ്. സർവോപരി നാട്ടുകാരി എന്ന നിലയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള തനിമ കൂടി ചേരുമ്പോൾ ചേയുമായി എല്ലാം ചേരുംപടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരു ടീച്ചറമ്മയിൽ നിന്ന് നാടിനും നാട്ടുകാർക്കും ഇതിൽ കൂടുതൽ എന്തു നന്മയാണ് പ്രതീക്ഷിക്കാനുള്ളത്? അതുമാത്രമേ ടീച്ചർ ചെയ്തുള്ളൂ. നമ്മൾ വെട്ടും കാലെല്ലാം അവരുടേതാകും പൈങ്കിളിയെ എന്ന് വരും തലമുറയ്ക്ക് പാടിക്കൊടുക്കാൻ ഏതു ശൈലജ ടീച്ചർക്കും ഇന്നാട്ടിൽ അവകാശമുണ്ട്.